ഗവൺമെൻറ് ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരു ആനുകൂല്യം കൊടുക്കുന്നത് ഞങ്ങൾ സ്വാഗതാർഹം ചെയ്യുക, ഒരു സംശയം വേണം. ആർക്കെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നില്ല, സ്വാഗതം ചെയ്യുക. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കൊടുക്കുന്ന ആനുകൂല്യം വേറൊരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കൊടുക്കുന്നതിലാണ് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഒരു വിഭാഗം ഒരേപോലെ ബിസിനസ് ചെയ്യുന്ന രണ്ട് വിഭാഗം, അല്ലെങ്കിൽ ബസ് സർവീസ്, പൊതുഗതാഗതം, KSRTCയും പ്രൈവറ്റും കഴിഞ്ഞ 19 വർഷമായി റൂട്ടിലെ യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ട് ഓടുകയാണ്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ വിശദീകരിച്ചിട്ടുള്ള. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, അങ്ങനെ പാരലായി പോകുന്ന ഒരു സംവിധാനത്തിൽ ഒരു സംവിധാനത്തിന് സർക്കാർ ഖജനാവിലെ പൈസ കൊടുത്തുകൊണ്ട് പൂർണ്ണമായി ഫ്രീ യാത്ര ചെയ്യുകയും മറുവിഭാഗം 1,20,000 രൂപ ഒരു വർഷം ടാക്സായി സർക്കാർ ഖജനാവിലേക്ക് അങ്ങോട്ട് അടയ്ക്കുകയും പ്ലസ് ഈ പറയുന്നത് പോലെ ഫീസുകൾ, ഫൈനുകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയി ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം ഒരു ബസ് സർക്കാർ ഖജനാവിലേക്ക് അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. ഇതെങ്ങനെ നമുക്കുണ്ടാകാൻ പറ്റും? ഞങ്ങൾ കൊടുക്കരുത് എന്നൊരു നിർദ്ദേശം ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും മുഖ്യമന്ത്രി ആയതിനു ശേഷവും മന്ത്രിമാർക്കുമൊക്കെ സ്ഥാനങ്ങൾ കിട്ടുന്നതിന് മുമ്പേ പോയി ഞങ്ങൾ എല്ലാവരുടെയും ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ, ഈ 5 കാര്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴും ഈ കാര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്കെതിരില്ല, പക്ഷേ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഞങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം പോകാനെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, പ്രൈവറ്റ് മേഖലയാണ് നിങ്ങളുടെ എങ്കിൽ പോലും ഞങ്ങൾ നിങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പോവുക. കാരണം സർക്കാർ ഖജനാവിലേക്ക് പൈസ അടയ്ക്കുന്നവരിൽ പ്രധാന ആളുകൾ നിങ്ങളാണ്. ഏതാണ്ട് 10,000-12,000 ബസ്സുകൾ കേരളത്തിൽ ഓടുന്നുണ്ടെങ്കിൽ 1,20,000 രൂപ വെച്ച് അഡ്വാൻസ് ടാക്സ് അടയ്ക്കുക ഞങ്ങൾ. അങ്ങനെ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുമ്പോൾ നിങ്ങളെയും കൂടി പരിഗണിച്ചേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായി. ഏതായാലും ഇന്നലെ മുതൽ പ്രഖ്യാപിച്ചു. ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു, പല സമയത്തും പോയി എല്ലാ മന്ത്രിമാരെയും പോയി കണ്ട് ഞങ്ങളുടെ ദയനീയത ഞങ്ങൾ ബോധ്യപ്പെടുത്തി. ഇപ്പം ഞങ്ങൾ പറയുന്ന കണക്ക് ഞങ്ങൾ അവസാനം ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും പറയണം. അപ്പം ഞങ്ങൾ നിങ്ങളോട് പറയുന്നൊരു കാര്യം, പബ്ലിക് അറിയേണ്ട കാര്യം, ഇതൊരു വലിയ സാമ്പത്തിക ലാഭമുള്ള ഒരു ബിസിനസ്സാണ് എന്ന് എങ്ങനെയോ ജനങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ KSRTCക്ക് നഷ്ടമുണ്ടെന്ന് എത്ര പ്രാവശ്യം ആവർത്തിച്ച് റിപ്പോർട്ടുകൾ കണക്ക് വന്നാലും ആയിരക്കണക്കിന് കോടി KSRTCക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോഴും പ്രൈവറ്റ് ബസ് ഭയങ്കര ലാഭമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. നമുക്കൊന്നും പറയാനില്ല. ഞങ്ങൾ വ്യക്തമായ കണക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കണക്കെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ഒരു പ്രൈവറ്റ് ബസ് ഓടണമെങ്കിൽ 50 രൂപ 65 പൈസയുടെ ചിലവ് വരും. വർക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 രൂപ. അത് വ്യക്തമായി ഞങ്ങൾ എവിടേക്കാണ് എന്ന് ഞങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, വ്യക്തമായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർക്കിംഗ് കോസ്റ്റിനകത്ത് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഏതെങ്കിലും സാമ്പത്തിക വിദഗ്ധർക്കുണ്ടെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ. ഇപ്പം ഞങ്ങൾ ഈ കണക്ക് സർക്കാരിന് കൊടുക്കും. ഈ വർക്കിംഗ് കോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം. അത് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് 1 കിലോമീറ്റർ ഞങ്ങളുടെ പ്രൈവറ്റ് ബസ് ഓടണമെങ്കിൽ ഞങ്ങൾക്ക് 55 രൂപ വെച്ച് 1 കിലോമീറ്ററിന് കിട്ടണം. 55 രൂപ, അതായത് ഈ 50 രൂപ 65 പൈസ ചിലവുള്ളിടത്ത് ഞങ്ങൾക്ക് 55 രൂപ 1 കിലോമീറ്ററിന് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു 30,000-40,000 ഇടയ്ക്കുള്ളിൽ ഒരു ബസ് ഓപ്പറേറ്റർക്ക് കിട്ടുമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ വിലയ്ക്ക് നിങ്ങൾ 42-45 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ഏതാണ്ട് 4 പേരെ പ്രത്യക്ഷമായും 3 പേരെ പരോക്ഷമായും ചേർത്ത് പിടിച്ചുകൊണ്ട് 19,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായമായിട്ട് തന്നെ ഇത് കാണാവുള്ളൂ. അത് മന്ത്രിയും അംഗീകരിച്ച കാര്യമാണ്. ഏതാണ്ട് 5 കോടി രൂപയോളം മുതൽ മുടക്കി ഈ കേരളത്തിൽ നടത്തുന്ന സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. ഞങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മറ്റേ ഒരു കൂട്ടർക്ക്, ഒരു വിഭാഗം ആളുകൾക്ക് ഫ്രീ കൊടുത്ത് വീണ്ടും സർക്കാർ ഖജനാവിലേക്ക് പിന്നെയും പൈസ കൊടുത്തുകൊണ്ട് ചെയ്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു പ്രതിഷേധം ചെറിയ രീതിയിലുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങളെയും കൂടി പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെ, ഇന്നലെ മുതൽ സർവീസ് ആരംഭിച്ചു, ഞങ്ങളെ വിളിക്കുകയോ നിങ്ങൾക്ക് ഏത് രീതിയിൽ പരിഹരിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. കാരണം ഒരുപക്ഷെ ഞങ്ങളെക്കാളും വിദഗ്ധർ അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്തു കാണും. അതിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിസ്മയത്തിൻ്റെ ആളായതുകൊണ്ട് ഞങ്ങൾക്കും ഒരു വിസ്മയം തരാൻ വേണ്ടി ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ വെച്ചതായിരിക്കും. അത് ഞങ്ങൾ തെറ്റ് പറയുന്നില്ല. ബഡ്ജറ്റിൽ ഇത് ഞങ്ങളുടെ കണക്കുകൂടെ അത് നേരത്തെ പഠിച്ച് ഞങ്ങളെ സഹായിക്കാനായിരിക്കും. അങ്ങനെയാണേ എങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്ക് ഈ കവറേജ് കിട്ടി പോയാൽ മതി. അങ്ങനെയല്ല എങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇന്നലെ മുതൽ സർവീസ് തുടങ്ങി. ഇന്നലെ 9 മണിക്കാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ പബ്ലിക്കിൻ്റെ സപ്പോർട്ടോടു കൂടി, ആളുകളുടെ അംഗീകാരത്തോടു കൂടി ഈ സാധനം എല്ലായിടത്തും ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി നടപ്പാക്കി. അങ്ങനെ 9 മണിക്ക് ശേഷമാണ് ഫ്രീ സർവീസ് ആരംഭിച്ചത്, അല്ലെങ്കിൽ മരുന്നുകൾക്ക് ഫ്രീ കൊടുക്കാൻ. എന്നിട്ട് പോലും മിനിമം ഒരു 2000 ആവറേജ് 2000 രൂപയോളം ഒരു പ്രൈവറ്റ് ബസ് ഞങ്ങൾ ഇന്നലെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 100 ദിവസം കഴിഞ്ഞോ ഒരു വിശകലനം ചെയ്തിട്ട് ഞങ്ങളെ സഹായിക്കാമെന്ന് പറയുമ്പോഴത്തേനും പല വണ്ടികൾ, ഇന്ന് തന്നെ ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയപ്പോൾ എല്ലാ ജില്ലയിൽ നിന്നും പലരും വിളിച്ചു, ഞങ്ങൾ നാളെ നമ്മൾ നിർത്തിയിടാൻ പോവുകയാണ്, 2000 രൂപ കയ്യിൽ നിന്ന് എടുത്ത് ഓടാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ സമരമെന്നല്ല പറയുന്നത്, നിന്ന് പോകും. പൊതുഗതാഗതത്തിൽ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായ പങ്ക് വഹിക്കുന്നത് പ്രൈവറ്റ് ബസ്സിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, ഇടുക്കി, വയനാട്, മലപ്പുറം പല മേഖലകളിലും KSRTC കൺസെഷൻ പോലും കൊടുക്കുന്നില്ല. ആ സ്ഥാനത്താണ് വിദ്യാർത്ഥികളടക്കമുള്ള മുഴുവൻ ആളുകളെ കറക്റ്റ് സമയത്ത്, ഒരു പ്രത്യേകത പറയാം, പ്രൈവറ്റ് ബസ് ഓടുന്നത് ഓരോ പോയിന്റിലെയും കറക്റ്റ് സമയം വെച്ചാൽ, അത് ഞങ്ങൾ കൃത്യനിഷ്ഠ പാലിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് RTOയുടെ നിയമം പാലിക്കപ്പെടേണ്ടതുകൊണ്ടാണ്. KSRTC എന്ന് പറയുന്നതിന് സമയം എന്ന് പറയുന്നില്ല, അവർക്ക് പോകുന്ന സമയത്ത് വരും. അപ്പോൾ ആ രീതിയിൽ കാര്യക്ഷമമായി സർവീസ് നടത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് അതിൻ്റെ പ്രവർത്തന ചെലവ് കഴിഞ്ഞ് എന്തെങ്കിലും ഞങ്ങൾക്ക് 10, 35, 40,000 രൂപ ഞങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കിട്ടണമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഇല്ല എങ്കിൽ ഇത് നിന്നു പോകും. പിന്നെ ഒരു കാര്യം പറയാം, ഇതിനകത്ത് ഒരു പെട്ടെന്ന് എല്ലാവർക്കും തോന്നാം, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മലബാർ മേഖലയിൽ KSRTC കുറവാണ്, അവിടെ ഞങ്ങളൊരു 500 വണ്ടിയും എടുക്കാം. അത് പറ്റത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഇൻഡിവിജ്വൽ സംവിധാനമാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ ഓടുന്ന എൻ്റെ വണ്ടിക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള വണ്ടി ആയതോ അല്ലെങ്കിൽ 10-40 വർഷം സർവീസ് നടത്തായതുകൊണ്ടോ മറ്റിതര കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ 8-10 വണ്ടികൾ ഒന്നിച്ച് ഓടുന്നത് കൊണ്ടോ ഒരാൾക്ക് അതിൽ കൂടുതൽ പൈസ കിട്ടിയാൽ നമുക്ക് അത് സംരക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യേണ്ടത് കോമണായ ഒരു അറിവാണ്, സാധാരണക്കാരനായ ബസ് ഉടമസ്ഥന്റെ കാര്യമാണ്. സാധാരണക്കാരായ ബസ് ഉടമസ്ഥരുടെ ആവശ്യമാണ് നമുക്ക്. ഒരാൾക്ക് കൂടുതൽ കിട്ടിയോ, 3 പേർക്ക് കിട്ടിയോ, അപ്പം ഇന്ന വണ്ടികൾ നമ്മൾ എടുത്തേക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഓടുന്ന സർവീസ് ബസ്സുകൾ അതേപോലെ മുൻപോട്ട് പോകുവാനുള്ള ഒരു സൗകര്യം ചെയ്തു തന്നെ. അതിനകത്ത് ചില ബസ്സുകളൊക്കെ ഞങ്ങൾ എടുത്തോളാം, മലബാറിൽ 25 ബസ് എടുത്തോളാം, അത് നമുക്ക് പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് 55 രൂപ എടുത്തുകൊണ്ട് പുറത്തുനിന്നൊരു വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ പ്രശ്നത്തിൻ്റെ ആവശ്യം എന്താ, ഇതിൻ്റെ ആവശ്യം എന്നാണ്? ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വ്യവസായത്തെ സംരക്ഷിക്കുക എന്നുള്ള മെയിൻ കാരണം, അല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാക്കി ഓടുക എന്നുള്ളതല്ല. അപ്പം എന്ത് ചെയ്യണം? എൻ്റെ വണ്ടി നിലനിൽക്കണമെങ്കിൽ എൻ്റെ എടുക്കണം. അതല്ലാതെ പുറത്തുനിന്ന് ഒരാളൊരു പുതിയ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ എനിക്ക് 20 രൂപയ്ക്ക് അല്ലെങ്കിൽ 30 രൂപയ്ക്ക് ഓടാമെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. സൊല്യൂഷൻ ഞങ്ങൾ പറയുന്നത്, ഒന്നാമത്തെ സൊല്യൂഷൻ ബസ് ചാർജ് കൂട്ടാനല്ല. ബസ് ചാർജ് കൂട്ടാനല്ല. കാരണം KSRTCയിൽ ഈ പൈസ കൊടുത്തത് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഈ ആനുകൂല്യം കൊടുത്തത് അവരുടെ മറ്റു വണ്ടിക്ക് കൂട്ടിക്കൊണ്ട്, അതെ ചിലവുണ്ട്. അത് മറികടക്കണമെങ്കിൽ സർക്കാർ തന്നെ ഞങ്ങൾക്ക് തരണം, സർക്കാർ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് തരണം. KSRTCക്ക് 1800 കോടി രൂപയാണ് കൊടുക്കുന്നത് മാസം. അപ്പം സ്വാഭാവികമായി നമ്മൾക്ക് തരേണ്ടത് നമ്മളെയും അതുപോലെ ഖജനാവിൽ നിന്ന് തന്നെ. ആൾക്കാരിൽ ചാർജ് കൂട്ടിക്കൊണ്ട കാര്യം, ഒരു വിഭാഗം ഫ്രീ ആയിട്ട് ഓടുമ്പം വീണ്ടും നമ്മുടെ വണ്ടിക്ക് ചാർജ് കൂട്ടിയാൽ അതുകൊണ്ട് എന്ത് പ്രത്യേക ഗുണം? തീർച്ചയായും അതാണ് പറഞ്ഞത്. 1 കിലോമീറ്ററിന് 55 രൂപ ഞങ്ങൾക്ക് കിട്ടണം, സർക്കാർ തരണം. സർക്കാർ എന്ന് പറഞ്ഞാൽ അപ്പം നേരം നമ്മുടെ കളക്ഷൻ മുഴുവൻ അങ്ങോട്ട് കൊടുക്കും. വെറുതെ അല്ല കൊടുക്കുന്നത്, നമ്മളെ കളക്ഷൻ സർക്കാരിന് കൊടുക്കുകയാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഓടിക്കിട്ടുന്ന പൈസ ഞങ്ങൾ വെക്കുകയും അതിന് പുറമെ 55 രൂപയും തരികയല്ല, അല്ല ഞങ്ങൾ ചെയ്യും. അതായത് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ, ഇപ്പം ഉദാഹരണമായി എൻ്റെ ബസ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഡ്രൈവർ, കണ്ടക്ടർ, അതാണല്ലോ ഞങ്ങളുടെ വർക്കിംഗ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ, അതെല്ലാം ഞങ്ങൾ ചെയ്യും. എനിക്ക് കിട്ടുന്ന കളക്ഷൻ
ഈ റേഷ്യോ അതായത് 55 രൂപ വെച്ച് കിലോമീറ്ററിന് ആകുന്നില്ലെങ്കിൽ അത് സർക്കാർ ബാക്കി കൊടുക്കേണ്ടത്. അങ്ങനെയല്ല, സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഈ അത്രയും പൈസക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു ബസ് എത്ര രൂപ വരും? ഞങ്ങൾ പറയുന്ന ഈ 25 രൂപ അല്ല, ഈ 50 രൂപ വർക്കിംഗ് കോസ്റ്റ് വെച്ച് കൂട്ടുമ്പോൾ എത്ര രൂപ സർക്കാർ നമുക്ക് തന്നാലാ മതിയാകുക? 10,000 രൂപ അല്ലെ 13,500 14,000 രൂപ ഒരു ബസ്സിന് ഇങ്ങോട്ട് തരണ്ടേ? പ്രായോഗികമില്ല നിങ്ങൾ പറഞ്ഞില്ല. എന്തുകൊണ്ട് പ്രായോഗികമല്ല? സർക്കാർ ഖജനാവിൽ നിന്നും 1,800 കോടി രൂപ മുടക്കി സർക്കാരിന്റെ അല്ലെങ്കിൽ KSRTCക്ക് കൊടുത്ത് അവരെ കൊണ്ട് ഓടിപ്പിക്കാമെങ്കിൽ ഞങ്ങളും അവരും നിന്നുള്ള വ്യത്യാസം എന്താ? ഞങ്ങൾ അങ്ങോട്ട് ടാക്സ് അടയ്ക്കുന്നു, അവർക്ക് കാശ് ഇങ്ങോട്ട് കൊടുത്ത് കിടക്കുന്നു. അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അത് പ്രായോഗികമല്ല? ഞങ്ങൾ പ്രായോഗികമല്ല എന്ന് പറയുന്നില്ല, സർക്കാർ ആലോചിച്ചാൽ പ്രായോഗികമാണ്. എന്താ അതിനകത്ത് കൂടെ തടസ്സം? അത് എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം, നാളെ മുതൽ ഒരു പെർമിറ്റ് ഒരു വണ്ടിക്കും കൊടുക്കണ്ട, ഇപ്പൊ നിലവിലുള്ള വണ്ടികൾക്ക് മാത്രം മതി. അപ്പോൾ വേറൊരു ഗുണം, പിന്നെ വേറൊരു കാര്യം പറയാം, ഇതൊരു സെക്കൻഡ് ഓപ്ഷൻ നിന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രമാത്രം പ്രായോഗികമാണെന്നറിയില്ല. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പൊതുജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര ലാഭമുള്ള പ്രസ്ഥാനമായിട്ട് കൊണ്ടുനടക്കുന്നതല്ല. ഉദാഹരണം പറയാം, ഇപ്പൊ KSRTC ചെയ്യുന്നത് എന്താണ്? KSRTC കയറുന്ന വനിതകൾക്ക് ടിക്കറ്റ് അടിച്ചു കൊടുക്കുകയാണ് 0 ഇട്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങളൊക്കെ പഠിക്കേണ്ട അവരാണ്. ഞങ്ങളും ഞങ്ങളുടെ വണ്ടിയിൽ കയറുന്ന വനിതകൾക്ക് സെക്കൻഡ് ഓപ്ഷനായി ഞങ്ങൾ ഇത് പറയുന്നു, അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കാം, 0 ഇട്ട് കൊടുക്കാം. പക്ഷെ ആ പൈസ ആര് തരണം? സർക്കാർ ഞങ്ങൾക്ക് തരണം. അതല്ലേ അതിന്റെ ശരി? പ്രൈവറ്റ് KSRTCക്ക് അങ്ങനെയാണല്ലോ ചെയ്യാം. KSRTC സർക്കാരാണെന്ന് ഒരു കിലോമീറ്ററിന് 55 രൂപ. അത് പല ദിവസം പല കിലോമീറ്റർ ആവും. മിനിമം ഒരു 250 കിലോമീറ്റർ ആവറേജ് കൂട്ടിക്കും. അതല്ലേ പറഞ്ഞേ, എത്ര കൂടിയാലും ×55 സർക്കാരിലേക്ക്. ഒരു ക്ലാരിറ്റിയോടെ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് പറയാം. അത് വിശദമായിട്ട് പറയാം. ഇന്ന് സർക്കാർ ഈ ജൂൺ 15 വരെ ഒരു മാസം 125 കോടി രൂപ വീതമാണ് 4,500 KSRTC ജൂൺ 15 മുമ്പ് ഓരോ മാസം കൊടുത്തിരുന്നത്. ഇപ്പോൾ സൗജന്യ യാത്ര അനുവദിക്കാൻ KSRTC നൽകുന്നത് 70 രൂപയാണ്, 70 കോടി. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും പറഞ്ഞ കണക്കാണ്. സത്യത്തിൽ അതല്ല, അതിലധികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത് പോലെ സർവീസ് നടത്തുന്ന KSRTC ഒരു ദിവസത്തേക്ക് മാത്രം 16,750 രൂപ സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. KSRTCയുടെ ഓരോ കിലോമീറ്ററിനും 50 രൂപ വരുമാനത്തിന് പുറമെ സർക്കാർ 16,750 രൂപ ഒരു KSRTCക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് ശമ്പളവും പെൻഷനും കൊടുത്ത് നടപ്പാക്കുന്നത്. അതേസമയം ഞങ്ങൾ ഇന്ന് സർക്കാരിനോട് പറയുന്നു, ഞങ്ങളെ സൗജന്യ യാത്ര ഞങ്ങൾ അനുവദിക്കാം, ഞങ്ങൾക്ക് പെർ കിലോമീറ്ററിന് 55 രൂപ വീതം സർക്കാർ തരിക, ഞങ്ങളുടെ മുഴുവൻ വരുമാനവും സർക്കാരിന് നൽകാം. ഏറ്റെടുക്കല്ല. അത് ബസിന്റെ തൊഴിലാളികളുടെ ശമ്പളവും എല്ലാം, മെയിൻ്റനൻസും ഇൻഷുറൻസ്, ടാക്സ്, നിലവിലെ പെർമിറ്റ് നിലനിർത്തിക്കൊണ്ട് അതിന്റെ റിന്യൂവല്, ഫിറ്റ്നസ് എല്ലാം ഞങ്ങൾ ചെയ്യും. ഈ വരുമാനം മാത്രം സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കണ്ടക്ടറെ വെച്ച് അവരുടെ ടിക്കറ്റ് മെഷീൻ വെച്ച് അവർ വരുമാനമെടുത്ത് ഈ വരുമാനം അവരെടുക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന എന്ത് വരുമാനം അവരെടുക്കുക. അതേസമയം ഞങ്ങൾക്ക് ഈ കിലോമീറ്ററിന് 55 അങ്ങനെ വന്നാൽ 250 കിലോമീറ്റർ ഓടുന്ന ഒരു ബസ്സിന് ഒരു ദിവസം 12,500 രൂപയാണ് സർക്കാർ ഞങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ സർക്കാർ ഒരു KSRTCക്ക് അവരെ വരുമാനം കിലോമീറ്ററിന്റെ 50 പൈസ വരുമാനത്തിന് പുറമെ 17,500 രൂപ സർക്കാർ അങ്ങോട്ട് കൊടുത്താണ് സർവീസ് എടുക്കുന്നത്. ഇത് സർക്കാരിന് തയ്യാറല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ഇത് അവര് 0 ടിക്കറ്റ് അവർ കൊടുക്കുന്നവരെ ഞങ്ങൾ കൊടുക്കും.
അവരെത്ര ടിക്കറ്റാണോ സീറോ ടിക്കറ്റ് കൊടുക്കുന്നത് അതേപോലെ ഞങ്ങൾ സീറോ ടിക്കറ്റ് കൊടുക്കും. അതിന്റെ നഷ്ടപരിഹാരം സർക്കാർ ഞങ്ങൾക്ക് തരണം. അതിന് ടിക്കറ്റിന്റെ കണക്കുണ്ടാവുമല്ലോ, അവർ തരുന്ന ടിക്കറ്റ് മെഷീൻ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യാം. അതിന് നഷ്ടം. ഇനി അത് രണ്ടും സർക്കാരിന് തയ്യാറല്ല എങ്കിൽ നിലവിലെ അവസ്ഥയിൽ ഞങ്ങളെ യാത്രക്കാര് KSRTC-യിലേക്ക് സ്വാഭാവികമായും കൂടുമാറുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഇതേ സ്ഥിതിയിൽ സർവീസ് നടത്തണമെങ്കിൽ പകുതി വിലക്ക് ഡീസൽ തരികയും അതുപോലെ റോഡ് ടാക്സ് ഒഴിവാക്കുകയും ചെയ്യണം. ഇത് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം സർക്കാർ തരാൻ തയ്യാറല്ല എങ്കിൽ ഈ 19-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ പ്രപ്പോസൽ കൊടുക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, അല്ലല്ലോ ഞങ്ങളല്ലേ കൊണ്ടുനടക്കുന്നത്. അതെ, ഇതിന് വരുമാനം അവരെ ഏറ്റെടുക്കുന്നത്, കണ്ടക്ടർ അവർ വെക്കുന്നത്, കണ്ടക്ടർ അവർ പറയുന്ന കണ്ടക്ടർ ബാക്കിയുള്ള ഡീസലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. അല്ല, സർക്കാരിന് തരാം. ഞങ്ങൾ കൊടുക്കും. പറഞ്ഞുതരാം. ഇപ്പം KSRTC ഗവൺമെന്റും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടല്ലോ. എന്താണ് തർക്കം? KSRTC-ക്ക് ഈ കൊടുക്കുന്ന 70 കോടി രൂപ അഡ്വാൻസ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ കഴിയില്ല. ഗവൺമെന്റ് പറയുന്നത് മാസാവസാനം തരാം. അതൊരു തർക്കമുള്ളൂ. അത് ഞങ്ങളും ഗവൺമെന്റും തമ്മിൽ ഒരു സംസാരമൊക്കെ നടന്ന് ചർച്ചയിലൂടെ അതിനൊക്കെ പരിഹാരം കാണാം. പിന്നീട് സ്വാഭാവികമായും ഞങ്ങളുടെ സംഘടനയുടെ പ്രഖ്യാപനമില്ലാതെ തന്നെ ജൂൺ 30 സ്വാഭാവികമായും 75% ബസ്സുകളും അവർക്ക് ഡീസൽ അടിക്കാനോ തൊഴിലാളികൾക്ക് വേതനം നൽകാനോ കഴിയാതെ സ്വാഭാവികമായി നിന്നു പോകുന്നതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കുറച്ച് ബസ്സുകൾ കുറേശ്ശെ നിൽക്കാൻ സാധ്യതയുള്ളപ്പോൾ ജൂൺ 30 എല്ലാ ബസ്സുകളും നിർത്താൻ ചിലപ്പോൾ സമരത്തിന് ആഹ്വാനം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതമാകുന്നതാണ്. കാരണം അത് അങ്ങനെ ഒരു സമര പ്രഖ്യാപനം നടത്തുമ്പോഴേ ഞങ്ങൾക്ക് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യമുള്ളൂ. അത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഗവൺമെന്റ്. കാരണം ഇതുവരെ ഇപ്പോൾ നിങ്ങൾക്കും തന്നെ മീറ്റിംഗ് കണ്ടപ്പോൾ അറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലയിലും എല്ലാ താലൂക്കിലും യൂണിറ്റുള്ള ഏക സംഘടനയാണ് ഫെഡറേഷൻ. ഇത് എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും കൂടി അഭിപ്രായം ഏകീകരിച്ച് കാണുന്ന റിപ്പോർട്ട് ഇന്ന് ഈ തീരുമാനമെടുത്തത്. ഇത് 19-ാം തീയതി വരെ ബഡ്ജറ്റിൻ്റെ ആയതുകൊണ്ട് മുഖ്യമന്ത്രിനെ കാണാൻ സന്ദർശനം ഇല്ലാന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. 8,000 ചില്ലാൻ ബസ്സുകൾ, ആകെ 10,000 ഉള്ളതിൽ 8,000 ചില്ലാൻ ബസ്സുകളും ഫെഡറേഷൻ്റെ ഭക്തന്മാരാണ്. അതൊന്നും ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നില്ല. ബസ് ചാർജ് കൂട്ടണം ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല കേട്ടോ. ഇനി ഞങ്ങൾ ബസ് ചാർജ് വർധനവിന് വേണ്ടിയാണ് ഈ പറയുന്നത് തോന്നുന്നുണ്ട്. ബസ് ചാർജ് വർധനവ് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഇല്ല, അത് പറഞ്ഞില്ല. റേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രിനെ കണ്ടതിന് ശേഷം അതേക്കുറിച്ച് നമുക്കറിയില്ല. അവർ ഇടക്കിടക്ക് സർവീസ് നിർത്തിവെക്കുമ്പോഴാണ് ഞങ്ങൾ മറ്റുള്ള സംഘടനകളായിട്ട് ഒന്നിച്ച് അതെ 12,500. അതെ